ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ ഫീയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അത് ഡയമണ്ട് ഹാർബർ FC ഇതുവരെ നൽകിയിരുന്നില്ല. 55 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. അതിന് അവസാനമായിക്കൊണ്ട് ഒരു സമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിശ്ചയിച്ചിരുന്നു. അതായത് ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് മുൻപ് ഈ 55 ലക്ഷം രൂപ ഡയമണ്ട് ഹാർബർ FC എന്തായാലും ഫെഡറേഷന് നൽകണമായിരുന്നു. ആ ഡെഡ് ലൈന് ഇപ്പോൾ അവർ മിസ് ചെയ്തു എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. 55 ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് കഴിഞ്ഞ തവണ I-ലീഗ് വിജയിച്ചത് കൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് മണി അവർക്ക് ഫെഡറേഷൻ നൽകാൻ ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഫെഡറേഷനാണ് ഇവരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. അതായത് ഇത്തവണത്തെ ISL കളിക്കാൻ മിക്കവാറും ഡയമണ്ട് ഹാർബർ FC ഉണ്ടാവില്ല. ഈ പണം അടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. I-ലീഗിൽ തന്നെ അവർ തുടരേണ്ടി വരും. മാത്രമല്ല ഡയമണ്ട് ഹാർബർ FC പുറത്ത് പോയി കഴിഞ്ഞാൽ പകരം ടീമിനെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഫെഡറേഷൻ എടുത്തിട്ടുണ്ട്. 13 ടീമുകളെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ISL കളിക്കുക. നമുക്കറിയാം, നേരത്തെ ജംഷഡ്പൂർ FC പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. അതിന് പകരം ചർച്ചിൽ ബ്രദേഴ്സ് വന്നു. മാത്രമല്ല മുഹമ്മദൻ SC റെലഗേറ്റ് ആയി പോയിട്ടുണ്ട്. അതിന് പകരമാണ് ഡയമണ്ട് ഹാർബർ FC വന്നത്. പക്ഷെ അവരും ഇപ്പോൾ പുറത്തേക്കുള്ള വഴിയിലാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.